5 വർഷത്തിന് ശേഷമാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ട്. ഞങ്ങൾ ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ നേരെ ക്യാബ് വിളിച്ച് പോയത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് രാമേശ്വരം കഫേയിലാണ് വന്നത്. ഇത്ര രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ശീലമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ കഴിച്ചു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇഡ്ഡലി, അതേപോലെ മസാല ദോശ, പിന്നെ നമ്മൾ വേറൊരു സാധനം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഡ്ഡു, അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഇവിടുത്തെ ഹൈപ്പിന് മാത്രമുള്ള ഫുഡിൻ്റെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇല്ലാന്നേ പറയുള്ളൂ. എനിക്കറിയില്ല, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്താ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. പക്ഷേ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒരു ഫിലിമിനായിരുന്നു, ഒബ്സഷനായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് വെച്ച് ജയനഗറിലേക്കാണ് നമ്മൾ പോകുന്നത്. ജയനഗർ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത്രയും വലിയൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഡ്രസ്സിൻ്റെ ആയിക്കോട്ടെ, ബാഗ്സ് ആയിക്കോട്ടെ, ചപ്പൽസ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാനിവിടുന്ന് കാര്യമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബാഗായിരുന്നു. ഞാനൊരു 5 ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ കുറേ നടന്ന് ക്ഷീണിച്ചിട്ട് ഒരു കരിക്കൊക്കെ കുടിച്ചിട്ടായിരുന്നു റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നൈറ്റൊക്കെ ആയപ്പോൾ. പിന്നെ എനിക്ക് രാവിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ഇനി അടുത്ത 2-3 ദിവസം അവളുടെ വീട്ടിലായിരിക്കും സ്റ്റേ ഉണ്ടാവുക. ഞാൻ പിന്നെ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്ന വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവളുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു മാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ അവിടെയൊക്കെ നടന്നു. നല്ല രസമായിരുന്നു ആക്ച്വലി. പിന്നെ മാളിന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിൽ കയറിയിട്ടായിരുന്നു പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 3 വർഷത്തിന് ശേഷമാണ് വീണ്ടും കാണുന്നത്. അന്ന് കൊച്ചിയിൽ വെച്ചായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് കുട്ടികളൊക്കെ ചെറുതായിരുന്നു. ഇപ്പോൾ ആ ടൈമിൽ അവർക്കത് ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് ഇറങ്ങി നമ്മൾ ഒരു ദോശയും കഴിച്ച് നേരെ പോയിട്ടുണ്ടായിരുന്നത് മാൾ ഓഫ് ഏഷ്യയിലേക്കായിരുന്നു. അവിടെയും ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. സത്യത്തിൽ ഇങ്ങനൊരു ട്രിപ്പ് അത്യാവശ്യമായിരുന്നു. നല്ല റിലാക്സേഷൻ ആയിരുന്നു. നമ്മൾ കുറേ നാൾക്ക് ശേഷം കാണുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ അങ്ങനെ ഡെയിലി അങ്ങനെ വിളിക്കുന്ന ആൾക്കാരൊന്നുമല്ല, എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഫ്രീ ആകുമ്പോൾ മാത്രം വിളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നേരിട്ട് കാണുമ്പോഴുള്ള ഒരിത് നമുക്ക് ഫോണിലൂടെ എത്ര സംസാരിച്ചാലും നടക്കില്ലല്ലോ. പിറ്റേ ദിവസം ഫസ്നയുടെ മോൾക്ക് പോളിയോ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയായിരുന്നു പോളിയോ കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇതൊരു തുള്ളി മരുന്നായിരുന്നു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു പോളിയോ. ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ആൾ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ജ്യൂസൊക്കെ കുടിച്ച് എന്നിട്ടാണ് റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഈവനിങ് ഐക്യയിൽ പോകണമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചതാണ് ബാംഗ്ലൂർ വരുമ്പോൾ ഐക്യയിൽ എന്തെങ്കിലും വരണമെന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ ഐക്യയിൽ പോയിട്ടുണ്ടായിരുന്നു. ഐക്യൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടാം. ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല ഞാൻ. അത് കുറേ ഉണ്ട് ആക്ച്വലി, കാണാനാണെങ്കിലും ഐക്യയിൽ നമുക്ക് ഒരുപാട് കാണിച്ചു തരാനുണ്ട്. അപ്പോൾ ഞാനതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഒരു ഡ്രൈവിന് പോയി. എയർപോർട്ടിലേക്കായിരുന്നു പോയത്. അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ട് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എയർപോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയാണ് കാണാൻ. ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ ഒരു മോഡലിലാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഡേ ആയിരുന്നു ആക്ച്വലി. അപ്പോൾ അത്രയേ ഉള്ളൂ.